ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ ദക്ഷിണയായിട്ട് ഇങ്ങനെ ഓപ്പൺ എയർ ഇട്ടേക്കുന്നത്. നമ്മുടെ നാട്ടിലാണ് അറിയാമല്ലോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം, ഹിന്ദു ടെമ്പിളാണ് നമ്മൾ കാണുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം 8000 മൈൽ യാത്ര ചെയ്ത് ഇന്ത്യ ഒട്ടാകെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ജേർണി പൂർത്തിയാക്കി എന്നാണ്. 108 റിവറിൽ നിന്ന് ശേഖരിച്ച് ആ വെള്ളം കൊണ്ട് ഇവിടെ അവർ ഒഴിച്ചേക്കാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം, ഹിന്ദു ടെമ്പിളാണ് നമ്മൾ കാണുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂജേഴ്സിയിലാണ്. അപ്പോൾ ന്യൂജേഴ്സി, ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഇത് വന്ന് കാണണം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിളുകളിൽ ഇത് രണ്ടാമതാണ്. ഒന്ന് കംബോഡിയയിലുള്ള ഒരു ബുദ്ധ ടെമ്പിളാണ് കേട്ടോ. പക്ഷെങ്കിൽ ഹിന്ദു ടെമ്പിളിൽ ഈ ടെമ്പിളാണ് ഒന്നാമതുള്ളത്. പുറകെ കാണുന്നതാണ് ഭഗവാൻ സ്വാമിനാരായണൻ എന്ന് അറിയപ്പെടുന്ന നീൽകാന്ത് വർണി എന്ന യോഗിയുടെ സ്റ്റാച്ചു. ഒരു വലിയ സ്റ്റാച്ചു ആണ്. അദ്ദേഹം 8000 മൈൽ യാത്ര ചെയ്ത് ഇന്ത്യ ഒട്ടാകെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ജേർണി പൂർത്തിയാക്കി എന്നാണ് പറയപ്പെടുന്നത്. വെറും ബെയർ ഫുട്ടിൽ, അതായത് ചപ്പലിടാതെ അദ്ദേഹം ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിച്ച് ആ ഒരു ഹിന്ദുയിസത്തിൻ്റെ അല്ലെങ്കിൽ യോഗിസ്റ്റിക് കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ ടെമ്പിളിൻ്റെ ആദ്യത്തെ മുഖത്തലകിൽ വെൽക്കമിങ് ഫേസ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു തുടക്കത്തിൻ്റെ വെൽക്കം പോസ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ബ്രഹ്മകുണ്ഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു വാട്ടർ ടാങ്കിലാണ്. ഇത് ഉണ്ടാക്കിയ വാട്ടർ ടാങ്കാണ്. 108 റിവറിൽ നിന്നും, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഹോളിയസ്റ്റ് വെള്ളം കിട്ടുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് 108 റിവറിൽ നിന്ന് ശേഖരിച്ച് ആ വെള്ളം കൊണ്ട് ഇവിടെ അവർ ഒഴിച്ചേക്കാണ്. അതാണ് ഇവിടുത്തെ ഈ ബ്രഹ്മകുണ്ഡ്. ഇതാണ് ഇതിൻ്റെ മെയിൻ കവാടം. ഇതിന് അക്ഷാർദ്ധം എന്നാണ് പറയുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം, നമ്മുടെ ഇന്ത്യൻ വിശ്വാസപ്രകാരങ്ങളൊക്കെ ഓരോ വ്യക്തിയിലും ദൈവം കുടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയെ ഇതിൻ്റെ ഈ പണികൾ നോക്കിയാൽ, ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കിയാൽ അറിയാം. ഇത് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആനയും അമ്പാടികളും ഒക്കെയായി സ്വാഗതം ചെയ്യാൻ നമ്മൾ നാട്ടിൽ പറയല്ലേ. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ ഓരോ വ്യക്തിയിലും കുടിയിരിക്കുന്ന ദൈവത്തെ ഈ അമ്പലത്തിലേക്ക്
സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യം. ആ ഒരു ആർച്ചിൻ്റെ കാര്യങ്ങളുമൊക്കെ ഭയങ്കര രസമായിട്ട് അതിമനോഹരമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. 108 നദികളിൽ നിന്ന് ഇവിടെ വെള്ളം എത്തിച്ച്, ഇന്ത്യയിൽ നിന്ന് ഇവിടെ വെള്ളം എത്തിച്ച്, ഈ അമേരിക്കയിൽ ഇത് ഇത്രയും വലിയൊരു അമ്പലം ഉണ്ടാക്കാനുള്ള അവരുടെ ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ അത് ചിന്തിച്ച വ്യക്തി ആരായിരുന്നാലും അവർ സമ്മതിക്കുന്നു. നമ്മൾ ഇതിൻ്റെ മിസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഗൈഡഡ് ടൂർ, നമുക്കൊരു പ്രൈവറ്റ് ഗൈഡഡ് ടൂർ വേണമെങ്കിൽ തരും. അതൊരു കോംപ്ലിമെൻ്ററി ആണ്, നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട. പക്ഷേ എങ്കിൽ അത് 4 o'clock ഉള്ളൂ. ഇതാണ് സ്വാമി മഹാരാജ്. ചെരുപ്പ് വെളിയിൽ അവിടെ ഊരിയിട്ടിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ, ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഇത് ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇത് 12 to 2, 12 മുതൽ 2 വരെ ഈ ഇവിടെ അമ്പലം ഇത് ഈ ഭാഗം ഇത് അടച്ചിട്ടേക്കായിരിക്കും. അത് കഴിയുമ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോർമൽ നമ്മുടെ അമ്പലം പോലെ. അപ്പോൾ ഇതിൻ്റെ ഇത് സ്വാമിനാരായണൻ്റെ ഡിവോട്ടിയുടെ പ്രതിഷ്ഠയാണ് ഈ ഐഡിയയിൽ ഇതിനകത്തുള്ളത്. വെളിയിലുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവമയം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് വെളിയിലുള്ളത്. നമുക്ക് അവിടേക്കും പോവാം. പിന്നെ മഹാശിവരാത്രിയുടെ സമയത്തൊക്കെ ഇവിടെ പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ വെളിയിൽ കാണാൻ പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ മന്ദിർ, അക്ഷർധാം എന്ന് പറയുന്നത്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ അകത്തുള്ള വിഷ്വൽസ് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു അതിഭയങ്കരമായ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 13,000 പീസസ് ഇതിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പീസസ്, ടർക്കിയിൽ നിന്നും ഗ്രീസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന പീസസ് അവിടെ ഇന്ത്യയിലെ കൽപ്പണിക്കാർ ഹാൻഡ് കർവ് ചെയ്തിട്ട് അതൊരു പസിൽ പീസസ് പോലെ തിരിച്ച് US കണ്ടെയ്നേഴ്സിൽ കയറ്റി ഷിപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 13,000 വോളണ്ടിയേഴ്സ് ഒരു 12-14 വർഷം ഇതിനു വേണ്ടി അവർ അഹോരാത്രം പണിയെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അവരുടെ ജീവിതം, ചില ഡോക്ടേഴ്സ് ഉണ്ട്, ചില ഫാർമസിസ്റ്റ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഫാമിലി പേഴ്സൺസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ടെമ്പിൾ ഇപ്പോൾ ഇങ്ങനൊരു മോണ്യുമെൻ്റായിട്ട് USA നിൽക്കുന്നത്. ഒരു ഗംഭീര കാഴ്ച തന്നെയാണ്, മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഗംഭീര കാഴ്ച. ഈ കാണുന്ന കാഴ്ച ഞങ്ങളെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു കേട്ടോ. അതായത് $100, നാട്ടിലെ 18,000 രൂപ വരുന്ന പൈസകളാണ് അവിടെ തിരികെ ആ ആനയുടെ സ്റ്റാച്ചുവിൻ്റെ ചൂട്ടിലെല്ലാം വെച്ചിരിക്കുന്നത്. അത് ദക്ഷിണയായിട്ട് ഇവിടെ വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ എയറിൽ ഇത്രയും പൈസ തരുന്ന അവസ്ഥ അറിയാമല്ലോ. ഇപ്പോൾ സമയം ഒരു 6 മണിയായി. ഈ അതിശയ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പെരിയ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതിലും ഗംഭീരമെന്നാണ് പറയുന്നത് ഇത് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ. അപ്പോൾ അത് കാണാനായിട്ട് ഒരു ദിവസം എന്തായാലും വരണം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഷെയർ ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. ഗുഡ് ബൈ.